ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇന്ന് 0.3 മില്ലിമീറ്ററിലുള്ള ആ ഒരു കമ്പി വയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മോട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ നിന്നാണ്. ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വാങ്ങിച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റോറിൽ നിന്നാണ്. അവർക്ക് ഓൺലൈൻ സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു കമ്പി വയറിൻ്റെ ഒറ്റ കമ്പി ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ലൂപ്പ് പോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കൊള്ളുന്ന പോർഷനൊക്കെ ജസ്റ്റ് പ്ലെയർ വെച്ചൊന്ന് അമക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്തിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇന്നലെ ഇതുപോലത്തെ ഒരു ഹെയർ വൈൻ നമ്മൾ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതുപോലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് മുത്തിട്ടതിന് ശേഷം നമ്മൾ നടുക്കൂടെ ആ ഒരു ഹോളിൽ കൂടെ ആ ഒരു കമ്പി ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇറക്കി കൊടുത്തിട്ട് നമ്മളിവിടെ ആകെ 2 ഫ്ലവർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ആ ഒരു മുത്ത് ഊരിപ്പോകരുത്. എന്നിട്ടാണെങ്കിൽ ഞാൻ സെയിം അതേ റോസ് ബീഡ് തന്നെ, ഞാൻ ഇവിടെ റോസ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനാട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഒന്ന് പിരിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രാഞ്ചസ് ആക്കി കൊടുക്കുകയാണ്. നമുക്കിപ്പം ഈ ഒരു ഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ, നമുക്കിപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ കിട്ടിയില്ലെങ്കിൽ മുത്തുകൾ വെച്ച് തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, കമൻറ്റ് ബോക്സിലും ഒക്കെ. അപ്പോൾ സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോയും നോക്കാവുന്നതാണ്. അതിൽ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതുപോലെ ഭയങ്കര കുറച്ച് വലുതായിട്ടാണ് ഈ ഒരു ഹെയർ വൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഹെയർ വൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ ബീഡ് ഇങ്ങനെ പിരിച്ച് നല്ല രീതിയിൽ പിരിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പിരിച്ചു കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാതെ ഒരുപാട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ മുറുക്കിയൊക്കെ പിരിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ അങ്ങ് പൊട്ടിപ്പോകുമായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ മുറുക്കാതെ ഒരു മിനിമത്തിൽ നിങ്ങൾ നല്ല രീതിയിലൊന്ന് പിരിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ പിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കാണെങ്കിൽ വൈറ്റ് ബീഡ്സും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ എങ്ങനെയാണോ ആ ഒരു ഹെയർ വൈൻ ചെയ്തത് അതുപോലെ ഇപ്പം ഞാൻ ഇന്നലത്തേനകത്താണെങ്കിൽ 2 ബ്രാഞ്ചസേ ഉള്ളായിരുന്നു. ഇന്നത്തേനകത്താണെങ്കിൽ ഞാൻ ഒരു 4 ബ്രാഞ്ചസ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. 2 റോസിൻ്റെ കളറും അതുപോലെ തന്നെ 2 വൈറ്റ് ബീഡ്സ് കൂടെ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിരിച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ കൂടെ ജസ്റ്റ് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടിക് ടാക്ക് ഉണ്ടല്ലോ, അതിൽ ഒരു ക്ലിപ്പായിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊരു ടിക് ടാക്കിനകത്തും അല്ലെങ്കിൽ നമുക്കിത് ഹെയർ ബോയിലും ഒക്കെ നമുക്കിത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു കമ്പി എന്ന് പറഞ്ഞേക്കുന്നത് നല്ല മൂർച്ചയുള്ളൊരു കമ്പിയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കയ്യിലൊന്നും കയറാതെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പം നമ്മൾ ഇതുപോലെ അടുത്ത ഒരു ഫ്ലവർ കൂടെ ഇങ്ങനെ അതിനകത്തൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഫ്ലവറിൻ്റെ പല സൈസിലുള്ള ഫ്ലവേഴ്സ് ആ ഒരു സ്റ്റോറിൽ ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഞാൻ എത്ര പാക്കറ്റായിട്ടാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം റേറ്റ് ഞാൻ എത്ര ആണെന്ന് ഓർക്കുന്നില്ല. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിതുപോലെ അടുത്ത ബീഡും നമ്മളിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കാതെ നിങ്ങൾ വീഡിയോയിൽ മാത്രമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് ആ ഒരു സംഭവം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാകും. എനിക്കത് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമ്മളിതുപോലെ താഴ്വശം ചെയ്തതുപോലെ തന്നെ നമ്മൾ മുകൾ വശവും ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് ക്ലിപ്പിൽ വെക്കണ്ട, നമുക്കിതല്ലാതെ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ല നീളത്തിൽ കമ്പി വയർ എടുത്തിട്ട് നമുക്ക് ഇന്നലത്തെ ആ ഒരു ഹെയർ വൈൻ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫങ്ഷൻസൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ കല്യാണങ്ങൾക്കും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഹെയർ വൈനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഹെയർ വൈൻ്റെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. കാരണം മിക്കവാറും എല്ലാവർക്കും ഈ ഒരു സംഭവം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ
ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ടിക് ടാക്കാണ് ഇത് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. കൊച്ചു പിള്ളേരുടെ തലയിലൊക്കെ കൊച്ചു പിള്ളേരുടെ മാത്രമല്ല മുതിർന്നവരുടെയും തലയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിക് ടാക്കാണ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ വരുന്ന കമ്പികളിലെല്ലാം ജസ്റ്റ് ഒന്ന് നൂല് വെച്ചൊന്ന് കെട്ടി കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്കിത് ചെയ്ത് ഇതിൽ എക്സ്പേർട്ടാകും. അപ്പം നമ്മൾ അത് ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ ആദ്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴാണെങ്കിൽ ആദ്യം പഠിക്കുമ്പോൾ നമുക്കത് ഓർമ്മ കിട്ടത്തില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി അത് റിവൈസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് ഓർമ്മയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെയാണ് നമ്മൾ മേക്കിങ്ങിൻ്റെ അതുപോലെയാണ്. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത്ര വലിയ പെർഫെക്ഷനും ചിലപ്പോൾ ആ ഒരു സംഭവത്തിന് പെർഫെക്ഷൻ കാണണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണുമായിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ ആണെങ്കിൽ ആദ്യമൊക്കെ ചെയ്തപ്പോൾ എനിക്കതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാനങ്ങോട്ട് പറ്റുന്നില്ല. ഇടയ്ക്ക് വെച്ച് തന്നെ അത് തെറ്റിപ്പോവുമായിരുന്നു. അപ്പം പക്ഷേ ഇപ്പം അതിൽ എക്സ്പേർട്ട് ആയപ്പോഴത്തേക്കും നമുക്കത് പ്രശ്നമല്ലാതായി മാറി. അപ്പം നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു സംഭവം ഇവിടെ സെറ്റാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ പോർഷനും നല്ല രീതിയിൽ ഒന്ന് മുറുക്കി കൊടുക്കുക. ഒരുപാടങ്ങ് പിരിക്കരുത്. ഒത്തിരി പിരിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരുപാടങ്ങ് പിരിക്കാതെ ഒരിതിലങ്ങ് പിരിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ക്ലിപ്പിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ടിക് ടാക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് കടകളിലൊക്കെ സാധാരണ എല്ലാ കടകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പശ ഫെവിബോണ്ടിൻ്റെ പശയാണ്. നിങ്ങൾക്ക് വേറെ ഏത് പശ വേണേലും, നിങ്ങൾക്ക് ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ഏത് പശ വേണേലും യൂസ് ചെയ്യാം. നന്നായിട്ട് ഒട്ടിയിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് ഇല്ലെങ്കിൽ ഫെൽറ്റ് ഫോമിൻ്റെ ഷീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം ആ ഒരു ഫെൽറ്റ് ഫോം ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഗ്ലിറ്റർ ഷീറ്റാണ്, ഒരു ഫോം ഷീറ്റാണ് ഇവിടെ ഒരു സ്ക്വയറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ സ്ലൈഡിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഫ്ലവറും ഇരിക്കത്തക്ക രീതിയിൽ അതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ഇതുപോലൊന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു എഫേർട്ടും കാര്യങ്ങളും മനസ്സിലാകുന്നത്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിലും റേറ്റ് ഇടുമ്പോഴും ഒരു ആദ്യമൊക്കെ നമുക്കൊരു നമ്മുടെ പ്രോഡക്റ്റ് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ആദ്യം ജസ്റ്റ് നമ്മൾ കുറച്ച് നമ്മുടെ റേറ്റ് കുറച്ചാണ് നമ്മൾ ഇട്ടിരുന്നത്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ റേറ്റും കാര്യങ്ങളും പതുക്കെയാണ് കൂട്ടി വരുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പതുക്കെ നമുക്ക് സഡനെ നമ്മൾ റേറ്റ് കൂട്ടാതെ പതുക്കെ നമുക്ക് റേറ്റ് കൂട്ടാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ കൊന്നു വാങ്ങിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാം. നമ്മുടെ ആ ഒരു എക്സ്പെൻസും കാര്യങ്ങളും അതൊക്കെ നമ്മൾ വാങ്ങിക്കാം. അപ്പം നമ്മൾ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്കും എല്ലാം അങ്ങനെ തന്നെയാണ് റേറ്റൊക്കെ ഇടുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ടിക് ടാക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിലും കടകളിലൊന്നും അങ്ങനെ കിട്ടത്തൊന്നുമില്ല. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആവുന്നതും വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.